ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പരസ്യ കമ്പനിക്കാർ വിശേഷിപ്പിച്ച നമ്മുടെ കേരളം ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ തലസ്ഥാനമായി മാറുകയാണോ, അല്ലെങ്കിൽ ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ സ്വന്തം നാടായി മാറുകയാണോ എന്നുള്ളത് സംശയിക്കേണ്ട ഒരു കാര്യമാണ്. ആ ഒരു സംശയം നമ്മളിൽ ജനിപ്പിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ തന്നെയാണ്. ഇതൊരു വാർത്തകളും ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ വാർത്തകളും കണക്കുകളുമായിട്ട് മാത്രം നമ്മുടെ മനസ്സിൽ ഒതുങ്ങുന്നു എന്നുള്ളതും ഈ ഒരു ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെയും അങ്ങനെ ഒരു കൊലപാതകം ചെയ്യാനും, കാരണം ഈ ആൾക്കൂട്ട കൊലപാതകങ്ങളിലും മിക്കതിലും ചിലത് പദ്ധതിയിട്ട് മുൻകൂട്ടി പദ്ധതി തയ്യാറാക്കി ചെയ്യുന്ന മർദ്ദനങ്ങളും കൊലപാതകങ്ങളും ഉണ്ട്. പക്ഷേ ഇവയിൽ മിക്കവയും ഒരാളെ കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആളുകൾ ചെയ്യുന്നതല്ല. അവർ നിഷ്കളങ്കരാണെന്നല്ല പറഞ്ഞു വരുന്നത്, പക്ഷേ ഇവനെ അങ്ങ് കൊന്നുകളയാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതല്ല. ഒരു പക്ഷേ അതിലും ക്രൂരമായിട്ടുള്ളൊരു മനോരോഗത്തിൻ്റെ അടിമകളാണ് ഈ ആൾക്കൂട്ട മർദ്ദനം നടത്തുന്ന ആളുകൾ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതിന് കാരണമുണ്ട്. അതിനു മുമ്പ് ഈ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ തലസ്ഥാനമായി കേരളം മാറുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാരണം ഈ കണക്കുകളും വാർത്തകളുമാണെന്ന് പറഞ്ഞല്ലോ. ഇത് കണക്കുകളും വാർത്തകളുമായിട്ട് മാത്രം ഒതുങ്ങാതെ അതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പേ പക്ഷേ ഈ കണക്കുകളൊന്ന് നോക്കാം. 2019 മാർച്ചിൽ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞിരുന്നു, ഈ കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷം, അതായത് 2018-2019 വർഷത്തിൽ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടന്നത് കേരളത്തിലാണ്. അതിന് കൊല്ലം അഞ്ചലിൽ ഒരു ജിബിൻ വർഗീസ്, കോട്ടയ്ക്കൽ ആൾക്കൂട്ടത്തിൻ്റെ മർദ്ദനത്തിന് ഇരയായി അതിൽ മനം നൊന്ന് ആത്മഹത്യ ചെയ്ത സാജിദ്, പിന്നെ ഒരു ഗർഭസ്ഥ ശിശു, ഗർഭിണിയുടെ പേര് പറയുന്നില്ല, പിന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള 2 പേര്, കൊല്ലം അഞ്ചലിൽ മാണിക് റായ് എന്നൊരു ഇതര സംസ്ഥാന തൊഴിലാളി, പിന്നെ ആദ്യം പറഞ്ഞതിലൊരു ചെറിയ തിരുത്തുണ്ട്, കൊച്ചി വെണ്ണലയിലാണ് ജിബിൻ വർഗീസ് ആൾക്കൂട്ടത്തിൻ്റെ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടത്. കൊല്ലത്തഞ്ചലിലല്ല. കൊല്ലത്തഞ്ചലിൽ ആൾക്കൂട്ടത്തിൻ്റെ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടത് ഇതര സംസ്ഥാന തൊഴിലാളിയായ മാണിക് റായിയാണ്. ഇതാണ് പറഞ്ഞത്. ഒരു വാർത്തയും കണക്കുകളുമായിട്ട് വരുമ്പോൾ ഇത് വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും ഇരിക്കുന്ന എന്നെപ്പോലുള്ള ആൾക്കാരുടെ മനസ്സിൽ പോലും ഇതൊരു വാർത്തയും കണക്കുമായിട്ട് മാത്രം നിലനിന്ന് പോകുന്ന അവസ്ഥയായിട്ടുണ്ട്. അതായത് നിത്യം കേൾക്കുന്നൊരു വാർത്ത. ഇന്ന് എന്താ പറയുക, പണ്ട് ഉള്ളവർ ഈ അങ്ങാടി നിലവാരം പത്രത്തിൽ നോക്കി അറിഞ്ഞിരുന്ന പോലെ ഇന്ന് അരിക്ക് എത്ര വിലയുണ്ട്, എണ്ണയ്ക്ക് എത്ര വിലയുണ്ട്. കച്ചവടം ചെയ്യുന്നവർക്ക് അതിൽ കുറച്ചുകൂടി താല്പര്യം കാണും, അല്ലാത്തവർക്ക് ഇത്രയാണോ വില, ശരി, ഇന്ന് ഒരു മാനസികാവസ്ഥയിലേക്ക് ഈ കണക്കുകളും വാർത്തകളും കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന നമ്മൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കാതിരിക്കാൻ തരമില്ല. മിനിമം ഏറ്റവും ചുരുങ്ങിയത് ഞാനെങ്കിലും എത്തിയിട്ടുണ്ട്. ഞാനെന്ന് പറയുന്നത് ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ്, അല്ലാതെ സമൂഹത്തിന് മുകളിലോ താഴെയോ നിൽക്കുന്നൊരു വ്യക്തിയല്ല. ഞാൻ സമൂഹത്തിനോടൊപ്പം നിൽക്കുന്നൊരു വ്യക്തി തന്നെയാണ്. പ്രത്യേകതകളൊന്നുമില്ല. സമൂഹത്തിൽ ഉണ്ടാവുന്ന കുറ്റങ്ങളും കുറവുകളും എന്നിലും ഉണ്ടാകും. അത് പരമാവധി കുറ്റവും കുറവുകളും കുറയ്ക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു ശ്രമം എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഇനി അതിലേക്ക് പോകാതെ, കാട് കയറി പോകാതെ ഈ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഒരു ആൾക്കൂട്ട കൊലപാതകങ്ങൾ ദൈനംദിനം വർദ്ധിച്ചു വരുന്ന ഈ അവസ്ഥയിൽ അട്ടപ്പാടിയിലെ മധുവാണെങ്കിലും ഇന്നലെ ഡിസംബർ 17 വാളയാറിൽ ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള റാം നാരായൺ ഭയ്യ എന്ന വ്യക്തിയെ ആൾക്കൂട്ടം മോഷണം ആരോപിച്ച്, ഇയാൾ മോഷ്ടിച്ചിട്ടുണ്ട് എന്നാരോപിച്ച് വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഈ ആൾ മോഷ്ടിച്ചിട്ടുണ്ടാവാം, മോഷ്ടിച്ചിട്ടില്ലായിരിക്കാം. പക്ഷേ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഒരു മനോഭാവമാണ് എന്നെ ചിന്തിപ്പിക്കുന്നൊരു കാര്യം. അത് തന്നെയാണ് നമ്മളെയും ചിന്തിപ്പിക്കേണ്ട കാര്യം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഈ ആൾക്കൂട്ടം ഒരാളെ മോഷണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുറ്റകൃത്യമോ ആരോപിച്ച് തടഞ്ഞു നിർത്തുമ്പോൾ അവരുടെ മനസ്സിൽ ഈ മോഷണം തെളിയിച്ച് ഒരു ധർമ്മത്തിനെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളൊരു ചിന്തയല്ല തീർച്ചയായിട്ടും ഉണ്ടാവുക. അവരുടെ മനസ്സിൽ അവരുടെ ഉള്ളിലുള്ള പല നിരാശകളും സങ്കടങ്ങളും കോപങ്ങളും ഒക്കെ ആരുടെയെങ്കിലും ദേഹത്ത് നൈമിഷികമായി തീർത്ത് അതിനൊരു പരിഹാരം കുറച്ച് നേരത്തേക്കെങ്കിലും കണ്ടെത്തുക, അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കെങ്കിലും ഈ ധാർമ്മികമായിട്ടുള്ള ഉന്നമനം സ്വയം
ഒരു മൊറൽ സുപ്പീരിയോറിറ്റി എന്ന് പറയില്ല, ഞാനൊരു കള്ളനെ പിടിച്ച് ഇടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. ഇടി ഇത്രേ ഉണ്ടായുള്ളൂ അവരുടെ ഒരു ഉദ്ദേശം. പക്ഷേ ഈ ഉദ്ദേശം നടപ്പിലാക്കുന്നതിൻ്റെ ഇടയിൽ മറുവശത്ത് ഈ മർദ്ദനമേൽക്കുന്ന വ്യക്തി ഒന്നുകിൽ മരണപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഈ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ച് പൊതു സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഒരു മർദ്ദനം, മോഷണ കുറ്റം ആരോപിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഹീനമായ കുറ്റകൃത്യങ്ങൾ ആരോപിക്കപ്പെട്ടോ ഇങ്ങനെ മർദ്ദനമേൽക്കുക എന്ന് പറയുന്നത് അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. ചിലപ്പോൾ ഈ കോട്ടയ്ക്കലിലെ സാജിദ് ചെയ്തതുപോലെ അതിനുശേഷം മർദ്ദനത്തിനിരയായ ആൾ ആത്മഹത്യ ചെയ്തേക്കാം. ഇങ്ങനെ വരുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഒരു മാനസിക രോഗം, ഒരു സാമൂഹിക മാനസിക രോഗമായിട്ട് തന്നെ പടരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അട്ടപ്പാടി മധുവിൻ്റെ വിഷയം വന്നപ്പോൾ എല്ലാവർക്കും അതൊരു വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമായിരുന്നു. കാരണം അത് പലരും ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ കേൾക്കുന്നൊരു സംഭവമായിരുന്നു. ഇങ്ങനെയൊക്കെ ആൾക്കാർ പിടിച്ച് തല്ലിക്കൊല്ലുമോ? ഒരു വിശക്കുന്നതിൻ്റെ പേരിൽ തല്ലിക്കൊല്ലാറുണ്ടായിരുന്നു, തല്ലാറുമുണ്ട്, കൊല്ലാറുമുണ്ട്. വിശക്കുന്നവൻ ആഹാരം എടുക്കുക എന്ന് പറയുന്നത് അതൊരു സാമൂഹിക നീതിയുടെ നിലവാരത്തിലുള്ള ഒരു ചർച്ചയാണ്, തലത്തിലേക്കുള്ള ചർച്ചയാണ്. അതല്ല വിഷയം ഇവിടെ. മധു എന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു നമ്മളൊക്കെ കണ്ടിട്ടുള്ള ചിത്രങ്ങളും വീഡിയോയും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം, വളരെയധികം നിഷ്കളങ്കനായിട്ടുള്ള, മാനസികമായിട്ടത്ര സ്ഥിരതയില്ലാത്ത ഒരു വ്യക്തിയാണെന്നുള്ളത് ഊഹിക്കാവുന്നൊരു കാര്യമാണ്. അയാൾ ഒരു തരത്തിലും അപകടകാരിയല്ല. അതിനുള്ള ശാരീരികാരോഗ്യാവസ്ഥ അദ്ദേഹത്തിനില്ല. അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി നിന്ന് അദ്ദേഹത്തെ കെട്ടിയിട്ട് മർദ്ദിക്കാനായിട്ട് സെൽഫി എടുക്കുന്ന ആൾക്കാരെല്ലാം ഘടാഘടിയന്മാരായിട്ടുള്ള മുട്ടാളന്മാരായിരുന്നു. നല്ല സൗകര്യത്തിൽ, നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുന്നത് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന അവസ്ഥയിലുള്ള കൊഴുപ്പുള്ള ആളുകളായിരുന്നു അദ്ദേഹത്തെ ചുറ്റും കൂടി നിന്ന് മർദ്ദിച്ചത്. അവരെല്ലാം അത്യാവശ്യം നല്ല സാമ്പത്തിക സ്ഥിതിയും അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളും, എന്ന് പറഞ്ഞാൽ അംബാനിയോ അദാനിയോ ആണെന്നല്ല ഞാൻ പറയുന്നത്, അത്യാവശ്യം സുഖകരമായി ജീവിച്ചു പോകാവുന്ന സാമ്പത്തിക സ്ഥിതിയിലുള്ളവരാണ് എന്നുള്ളത് അവരുടെയൊക്കെ ഫോണുകളും വസ്ത്രഭൂഷാദികളും ഒക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം. ഇവർക്കൊക്കെ എന്താണ് ഈ നിരാശ? മധുവിനെ തല്ലിക്കൊല്ലാൻ, അല്ലെങ്കിൽ മധുവിനോട് എന്തായാലും അവർക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയും മധുവിൻ്റെയും തലങ്ങൾ, ജീവിത തലങ്ങൾ തന്നെ വളരെ വ്യത്യസ്തമാണ്. ഒരു തരത്തിലും കൂട്ടിയോജിക്കാത്ത, സമാന്തരമായി പോകുന്ന രണ്ട് റെയിൽവേ പാളങ്ങൾ ചിലപ്പോൾ കൂട്ടിയോജിച്ചേക്കാം, പലയിടത്തും വെച്ച് ഇൻ്റർസെക്ഷനൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഇവരുടെയും മധുവിൻ്റെയും ജീവിതം ഒരു തരത്തിലും കണ്ടുമുട്ടുകയോ കൂട്ടിമുട്ടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല. അങ്ങനെ ഇരിക്കെ ഇവർക്കെന്താണ് മധുവിനോട് വിരോധം? ഇനി മധുവിൽ നിന്ന് ഇന്നലെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ രാംനാരായൺ ഭയ്യ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയാണ്, ഛത്തീസ്ഗഡ് നിവാസിയാണ്. അദ്ദേഹത്തെ തല്ലിക്കൊന്നവർക്ക് അദ്ദേഹവുമായിട്ട് എന്താണ് വ്യക്തിവൈരാഗ്യം വല്ലതും ഉണ്ടോ? ഇനി വ്യക്തിവൈരാഗ്യം നേരത്തെ ഉള്ളവർ വല്ലതും ആ കൂട്ടത്തിലുണ്ടോ എന്നുള്ളത് പോലീസിൻ്റെ അന്വേഷണത്തിൽ ഇനി വെളിപ്പെട്ട് വരേണ്ട കാര്യങ്ങളാണ്. കാരണം ഇന്നലെയാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. പക്ഷേ അധികപക്ഷം അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം സാധ്യത, ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇവർക്കൊരു വിരോധവും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു മോഷണം ആരോപിച്ചാണ് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയും മർദ്ദിക്കുകയും ചെയ്തതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ മോഷണം സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടാവും. കുറേ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ മധ്യവയസ്കരോ അവിടെ നിൽക്കുന്ന പ്രബുദ്ധരായിട്ടുള്ള മലയാളികളുടെ പരിച്ഛേദങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യനെ കണ്ടു, തടഞ്ഞു നിർത്തി. ഇതൊരു സാഹചര്യം ഞാൻ ഊഹിച്ച് പറയുകയാണ്. സംഭവിക്കുന്ന കാര്യങ്ങൾ, ഈ സംഭവിച്ച ഞാൻ നേരത്തെ പറഞ്ഞ പല സംഭവങ്ങളുടെയും അടിസ്ഥാനം ഇതായിരുന്നു എന്നുള്ളതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇത് പറയുന്നത്. കൃത്യമായ വിവരമല്ല. പോലീസ് അന്വേഷിച്ചത് പുറത്ത് കൊണ്ടുവരുന്നത് വരെ ഇങ്ങനൊരു ഊഹമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. ഇങ്ങനെയാണ് പല സംഭവങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് രാംനാരായൺ ഭയ്യയുടെയും കാര്യത്തിലും ഇങ്ങനെയായിരിക്കാം സംഭവിച്ചത് എന്ന് ഞാൻ ഊഹിക്കുന്നു. അത് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഇതൊരു ഊഹം മാത്രമാണ്. ഈ പറഞ്ഞു വന്നത് വാളയാർ സമീപ പ്രദേശങ്ങളിൽ, ആ പ്രദേശത്ത് എവിടെയെങ്കിലും ഒരു മോഷണം നടന്നിട്ടുണ്ടാവാം. അതിനെക്കുറിച്ച് ഇവരറിഞ്ഞിട്ടുണ്ടാവാം ഈ പ്രബുദ്ധർ. രാംനാരായൺ ഭയ്യ ഒരു അന്യസംസ്ഥാന തൊഴിലാളി, ഇവനെ കണ്ടാൽ കള്ളനാണെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഈ പ്രബുദ്ധത കൂടി നിൽക്കുന്ന സമയത്തും ഈ നിരാശയും ഫ്രസ്ട്രേഷൻ, നേരത്തെ പറഞ്ഞ പല കാര്യത്തിലും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ EMI അടയ്ക്കാനുണ്ടാവാം, അല്ലെങ്കിൽ രാവിലെ ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കിയതാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വീട്ടിൽ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതിരിക്കുന്നതിന് മാതാപിതാക്കൾക്ക് പരമപുച്ഛം പ്രകടിപ്പിച്ചതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആവാം. ഇതൊക്കെയായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഈ മോഷണ വാർത്ത അറിഞ്ഞ് നിൽക്കുമ്പോൾ
ഛത്തീസ്ഗഡിൻ്റെ പുത്രനായിട്ടുള്ള രാംനാരായൺ ഭയ്യ നടന്നു വരുന്നത് കാണുന്നത്. തടഞ്ഞു നിർത്തും, മോഷണം ആരോപിക്കും, ഇടിയും അടിയും തുടങ്ങും. അയാൾക്ക് ഒരു അപരിചിതമായിട്ടുള്ള സ്ഥലമാണ്. അയാൾ എത്ര കാലമായിട്ട് അവിടെ ജോലി ചെയ്യുകയാണെങ്കിലും അയാൾക്കൊരു അപരിചിതമായ സ്ഥലമാണ് കേരളവും വാളയാറും ഒക്കെ. തിരിച്ച് കൈ ഉയർത്താൻ അയാൾക്ക് മടിയായിരിക്കും. ഒപ്പം ഇവരുടെ സംഘശക്തി വളരെ കൂടുതലുമായിരിക്കും, എണ്ണം അധികവുമായിരിക്കും. മർദ്ദിച്ചവശനാക്കി ഒരാളെ കൊല്ലുക എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ തീർച്ചയായും ഉള്ള ആൾക്കാരായിരിക്കില്ല ഇവരാരും. അത്രയും ആ ക്രൂരതയിൽ രസിക്കുന്നവരായിരിക്കില്ല, അയാളുടെ ജീവൻ പോകുന്ന ക്രൂരതയിൽ. പക്ഷെ അതിലും വൃത്തികെട്ടൊരു ക്രൂരത ഇവരിലെല്ലാം ഉണ്ട്. ഈ പ്രബുദ്ധ മലയാളി, സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം, വളരെ ഉന്നത നിലവാരത്തിൽ ചിന്തിക്കുന്ന ജനങ്ങൾ എന്നൊക്കെ പറയുന്ന അതേ മലയാളി തന്നെയാണ് ഒരു നിസ്സഹായനെ 8 or 10 പേര് ചേർന്ന് വട്ടം കൂടി നിന്ന് മർദ്ദിച്ച് അവശനാക്കി. അയാൾ എത്ര ശാരീരികമായിട്ട് എത്ര ശേഷിയുള്ളവനോ ആകട്ടെ, ഒരാൾക്കെതിരെ 10 പേര് അല്ലെങ്കിൽ 5 പേരെന്ന് പറയുന്നത് പോലും ഒരു അനീതിയാണ്. കാര്യകാരണങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരു ഭീകരനെ പിടിച്ചു നിർത്തി, നമ്മുടെ ബോണ്ടി ബീച്ചിൽ ചെയ്തതുപോലെ ഒരു ഭീകരൻ്റെ നേരെ ഒരാൾ ചാടി വീണു അല്ലെങ്കിൽ 10 പേര് ചാടി വീണു എന്ന് പറയുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിലാക്കാം. ഒരു നിസ്സഹായനായ വ്യക്തി, ഒരു ഇതര സംസ്ഥാന തൊഴിലാളി, അയാളുടെ പണി കഴിഞ്ഞിട്ട് വരുന്ന അയാൾ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ ഒരു ഭീകരനല്ലാത്തിടത്തോളം കാലം അയാൾ മോഷ്ടിച്ചിട്ട് തന്നെ വരുന്ന ഒരാളായിക്കോട്ടെ, പിടിച്ച് 2 അടി കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു അംഗീകരിക്കാം, അതും നിയമപരമായിട്ട് തെറ്റ് തന്നെയാണ്. പക്ഷെ ഒരു മർദ്ദിച്ച് അയാളുടെ ജീവൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് അതിഭയാനകമായൊരവസ്ഥയാണ്. മധു മുതൽ രാംനാരായൺ ഭയ്യ വരെ കേരളം ഏതൊരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മലയാളികൾ സത്യത്തിൽ പ്രബുദ്ധരാണോ, അതോ ഈ പ്രബുദ്ധർ എന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന വടക്കോട്ട് നോക്കിയിരിക്കുന്ന മാനസിക രോഗികളാണോ എന്ന് ഞാനും നിങ്ങളുമൊക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.